നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ മുന്നിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 27 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മക്കളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനെ എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. 23 ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരണത്തോടനുബന്ധിച്ച് പീലാത്തോസിന്റെയും ഹേരോദാവിന്റെയും മുന്നിൽ നിൽക്കുന്ന ഒരു രംഗമാണ്. അവിടെ യേശുവിനെ അവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും നിസാരനായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അതിന്റെ 11 വാക്യത്തിൽ വന്ന് ഹേരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി. കർത്താവിനെ അവിടെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ദുഷിക്കുകയും ചെയ്യുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ നമുക്ക് കാണപ്പെടുന്നു. അതിന്റെ താഴോട്ട് വരുന്ന വാക്യത്തിൽ കർത്താവ് അവരെ അലമുറയിട്ട് കരയുകയും കർത്താവിനെ നിന്ദിക്കുകയും ഭരിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ അവർ കരയുകയും ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അവരോട് പറയാണ്, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. ഇവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഈ പറയുന്നതിന്റെ സാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂശിക്കുന്നതിന്റെ വേദനയേക്കാൾ കൂടുതൽ കർത്താവ് അവിടെ ഫോക്കസ് ചെയ്തത് ഡിവൈൻ പ്ലാൻ ആണ്. കർത്താവിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ദൈവിക പദ്ധതി കർത്താവിന് അറിയാമായിരുന്നു. കർത്താവിനെ കുറിച്ചൊരു ദൈവിക പ്ലാൻ ഉണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാർണിംഗ് ഓഫ് ഫ്യൂച്ചർ സഫറിംഗ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എ കോൾ ടു റിപ്പന്റൻസ്, അതായത് ന്യായവിധി വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്കിലേക്ക് തിരുവിൻ എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിലായി കരയുക, പ്രാർത്ഥിക്കുക. കൂടുതൽ നമുക്കൊരു വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് യേസ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം തന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. ആ മറിയ കർത്താവിനെ ക്രൂശീകരണത്തിന് മുമ്പ് പോകുന്നതിന് മുമ്പ് തന്നെ പലരും അവനെ ദുഷിക്കുകയും നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോൾ ഹേരോദാവിന്റെയും പീലാത്തോസിന്റെയും മുന്നിൽ നിൽക്കുമ്പോഴും മറിയ അവിടെ ഹൃദയത്തിൽ സംഭരിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും, എന്റെ മകന്റെ പ്രോമിസ് നിവൃത്തിയാകുവാൻ സമയമായി. അവൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവൾ സംഗ്രഹിച്ചു വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് കർത്താവ് പിന്നത്തേതിലൊരു മഹത്വമാക്കി തീർത്തു. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് നമ്മുടെ സകല പാവങ്ങൾക്ക് വേണ്ടി അന്ധകാരത്തിൽ കിടന്ന നമ്മളെ ഒരു വെളിച്ചമാക്കി തീർക്കുവാൻ, നമ്മളോടുള്ള പ്രോമിസ് നിവൃത്തിയാകുവാൻ വേണ്ടി, നമ്മുടെ സകല പാവങ്ങൾക്കും നമ്മുടെ സകല ശാപങ്ങൾക്കും നമ്മൾക്ക് വേണ്ടിയുള്ള പ്രോമിസ് നിവൃത്തിയാകുവാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ യാഗമായി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി ഈ ദിവസങ്ങളിൽ കരയുവാൻ. അതുകൊണ്ടാണ് ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്, ക്രൂശിക്കുന്നതിന്റെ വേദന, കർത്താവിന് ക്രൂശിക്കുന്നതിന്റെ വേദനയേക്കാൾ കൂടുതൽ ആ ഭാവി കർത്താവ് മുന്നിൽ കണ്ടു. എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. കർത്താവ് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അവിടെ അങ്ങനെ പറയുമ്പോഴും മറിയയ്ക്ക് അറിയാമായിരുന്നു എന്റെ മകന്റെ പ്രോമിസ് നിവൃത്തിയാകും. അതുകൊണ്ടാണ് മറിയ ഹൃദയത്തിൽ സംഭരിച്ചു വെച്ച് പ്രാർത്ഥിച്ചത്. ഈ ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ മുന്നിൽ, കാപട്യവും വക്രതയും നിറഞ്ഞ ഈ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ തന്നെ അവനെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ, അവനെ ഇല്ലാതാക്കുവാൻ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ കർത്താവായ യഹോവ അവന്റെ മേൽ ഒരു ദൈവിക പദ്ധതി അണിയിച്ചിരുന്നു. മറിയ കരഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ സംഭരിച്ചു വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി
ഫലമായി. എന്നാൽ അതിനിടയിൽ അനേക കഷ്ടങ്ങൾ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് കടന്നു പോകുമ്പോൾ അവിടെയും കർത്താവിന് അറിയാമായിരുന്നു എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിന്മേൽ കർത്താവ് മുന്നിൽ. അതുകൊണ്ടാണ് ഹേരോദാവ് അവിടെ ദുഷിച്ചപ്പോഴും പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ജനം അവനെ ദുഷിച്ചപ്പോഴും അവൻ മിണ്ടാതെ നിന്നത്. അതുകൊണ്ടാണ് മിണ്ടാതെ ഇരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള ഒരു വാക്യം നമ്മുടെ സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് അവിടെ മിണ്ടാതെ നിന്ന് ആ ദൈവിക പ്രവൃത്തിയെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ രക്തം തുള്ളി ആ രക്തം ഒഴുകുന്നത് പോലെ അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ അണിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ സമയങ്ങളെ വേർതിരിച്ച് നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ആ കുഞ്ഞുങ്ങൾ ആ ദൈവികമായ പദ്ധതിയിൽ കൂടെ നടക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.